നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിലെ കൊറോണ ഭീതിയെ തുടർന്ന് ഉംറ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് സൗദിയിൽ താൽക്കാലിക വിലക്കേർപ്പെടുത്തുകയുണ്ടായി. ഇതേ തുടർന്ന് യാത്ര മുടങ്ങുമെന്ന് ആശങ്കപ്പെട്ട സന്ദർശക വിസക്കാർക്ക് വിലക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കരിപ്പൂരിൽ നിന്ന് ഇന്ന് രാവിലെ പുറപ്പെട്ട സൗദി എയർലൈൻസ് 893 വിമാനമാണ് 286 യാത്രക്കാരുമായി റിയാദ് കിങ് ഖാലിദ് എയർപോർട്ടിൽ എത്തിയത്. ഉച്ചയ്ക്ക് 12:05 വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും അധികൃതർ പുറത്തിറങ്ങാൻ അനുവദിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് പല രീതിയിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പുറത്ത് കാത്തുനിന്ന ബന്ധുക്കളും നാട്ടിൽ നിന്ന് യാത്രയാക്കിയവരും അസ്വസ്ഥതകൾ അറിയിക്കുകയും ചെയ്തു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് ഉറപ്പ് വരുത്തിയിരുന്നുവെങ്കിലും സൗദിയിലെത്തി പുറത്തിറങ്ങാൻ ആകാത്തതിൽ ഉദ്യോഗസ്ഥരും കൈമലർത്തുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. ഏറെ നേരത്തെ ആശങ്കകൾക്കൊടുവിൽ ശരീരതാപം ഉൾപ്പെടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വൈകുന്നേരം 5:30യോടെയാണ് പുറത്തിറങ്ങിയതെന്ന് യാത്രക്കാരിയായ അനീഷയുടെ പിതാവ് അബ്ദുൾ റസാഖ് വടക്ക് വീട്ടിൽ ഒരു പ്രമുഖ മാധ്യമത്തോട് പറയുകയുണ്ടായി. അതേസമയം 20ഓളം വനിതകളും കുട്ടികളും ഉൾപ്പെടെ ഭക്ഷണം പോലും ലഭിക്കാതെ 6 മണിക്കൂറോളം വിമാനത്താവളത്തിൽ തങ്ങേണ്ടി വന്നത് പലരിലും ഭീതി ഉളവാക്കുകയുണ്ടായി. തിരിച്ചു പോകേണ്ടി വരുമോ എന്ന ആശങ്കയിലായിരുന്നു പലരും കഴിഞ്ഞിരുന്നത്. എന്നാൽ റീ എൻട്രിയിൽ അവധിക്ക് നാട്ടിൽ പോയവർക്ക് സൗദിയിൽ ഇറങ്ങാൻ ഒരു തടസ്സവുമില്ലെന്ന് ഇതേ വിമാനത്തിൽ റിയാദിലെത്തിയ യാത്രക്കാർ തന്നെ പറയുകയുണ്ടായി. ഇതേ തുടർന്ന് വിസിറ്റിംഗ് വിസയിൽ സൗദിയിലേക്ക് പോകേണ്ടുന്നവർക്ക് വിലക്കില്ലെന്നാണ് അധികൃതർ പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.